ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മർ ജൂനിയർ വീണ്ടും വിവാദ ചുഴിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഇത്തവണ കളിയിലെ പ്രകടനമല്ല, മറിച്ചൊരു വനിതാ റഫറിക്കെതിരെ താരം നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശമാണ് ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർക്കിടയിൽ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത്. റെമോയ്ക്കെതിരായ മത്സരത്തിൽ സാന്റോസ് എതിരില്ലാത്ത 2 ഗോളുകൾക്ക് വിജയിച്ചെങ്കിലും കളിക്ക് ശേഷം നെയ്മർ നടത്തിയ ഒരു പരാമർശം ആ വിജയത്തിന്റെ തിളക്കം കെടുത്തിയിരിക്കുകയാണ്. മത്സരത്തിനിടെ തനിക്ക് മഞ്ഞക്കാട് നൽകിയ റഫറി സാവിയോ പെരേരയെ ലക്ഷ്യം വെച്ചായിരുന്നു നെയ്മറുടെ ഈ കടന്നാക്രമണം. മത്സരശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ റഫറിയുടെ പെരുമാറ്റം യുക്തിരഹിതമായിരുന്നു എന്ന് സ്ഥാപിക്കാൻ താരം ഉപയോഗിച്ച പദപ്രയോഗമാണ് വിവാദമായത്. റഫറി ഇന്ന് എഴുന്നേറ്റത് ഷീക്കോ പോലെയാണെന്നും ആ മൂഡിലാണ് അയാൾ കളിക്കളത്തിൽ എത്തിയതെന്നുമായിരുന്നു നെയ്മറുടെ പരിഹാസം. ബ്രസീലിയൻ സംസാര ഭാഷയിൽ സ്ത്രീകൾക്ക് ആർത്തവ സമയത്തുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകളെ സൂചിപ്പിക്കുന്ന എസ്റ്റാർഡി ഷീക്കോ എന്ന പ്രയോഗമാണ് താരം അവിടെ നടത്തിയത്. റഫറി മോശമായി പെരുമാറുന്നത് അയാൾക്ക് ആർത്തവമായതുകൊണ്ടാണെന്ന അർത്ഥത്തിൽ നെയ്മർ നടത്തിയ ഈ പരാമർശം അങ്ങേറ്റം സ്ത്രീവിരുദ്ധമാണെന്ന വിമർശനം ശക്തമാണ്. കളിക്കളത്തിൽ എതിരാളികളുടെ കടുത്ത ഫൗളുകൾക്കിരയായ നെയ്മർ 2ാം പകുതിയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഡിയാഗോ ഹോർണ്ടസുമായി തർക്കത്തിൽ ഏർപ്പെട്ടതിനാണ് റഫറിക്ക് മഞ്ഞക്കാട് പുറത്തെടുക്കേണ്ടി വന്നത്. ഈ നടപടിയിൽ പ്രകോപിതനായ താരം ഒരു ഔദ്യോഗിക പ്ലാറ്റ്ഫോമിൽ ഇത്തരമൊരു സെക്സിസ്റ്റ് പ്രയോഗം നടത്തിയത് കായിക ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. മഞ്ഞക്കാട് നൽകിയ റഫറിക്കെതിരെ നെയ്മർ നടത്തിയ ഈ നീക്കം വെറുമൊരു ദേഷ്യപ്രകടനമായി കാണാൻ കഴിയില്ലെന്നാണ് സാമൂഹിക നിരീക്ഷകരുടെ വിലയിരുത്തൽ. നെയ്മറുടെ ഈ മോശം പദപ്രയോഗം പുറത്തു വന്നതിന് പിന്നാലെ ബ്രസീലിലും ആഗോള കായിക തലത്തിലും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. ആർത്തവമെന്ന സ്വാഭാവികമായൊരു ജൈവ പ്രക്രിയയെ ഒരു വ്യക്തിയുടെ മോശം പെരുമാറ്റമായോ മാനസിക അവസ്ഥയായോ ബന്ധിപ്പിക്കുന്നത് അങ്ങേറ്റം വിവേചനപരമാണെന്ന് പ്രമുഖ ബ്രസീലിയൻ മാധ്യമ പ്രവർത്തക മരിയാന പെരേര തുറന്നടിച്ചു. വർഷങ്ങളായി സ്ത്രീകൾ തങ്ങളുടെ ശാരീരിക അവസ്ഥകളുടെ പേരിൽ നേരിടുന്ന അധിക്ഷേപങ്ങളെ ഒരു സൂപ്പർ താരം തന്നെ വീണ്ടും ഉപയോഗിക്കുന്നത് ഖേദകരമാണെന്നും അവർ കുറ്റപ്പെടുത്തി. സോഷ്യൽ മീഡിയയിലും താരത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് അരങ്ങേറുന്നത്. കളിക്കളത്തിലെ ഹീറോകളിൽ നിന്ന് മാന്യമായ പെരുമാറ്റമാണ് പ്രതീക്ഷിക്കുന്നത്, അല്ലാതെ ഇത്തരത്തിലുള്ള ലൈംഗിക ചുവയുള്ള പരാമർശങ്ങളല്ല എന്നാണ് ആരാധകരും കുറിക്കുന്നത്. നെയ്മറെ പോലെയുള്ള ഒരു ആഗോള ഐക്കൺ ഇത്തരമൊരു സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയത് കായിക ലോകത്തിന് തന്നെ നാണക്കേടാണെന്ന നിലപാടിലാണ് ഫുട്ബോൾ നിരീക്ഷകർ. നിലവിൽ 34 വയസ്സുകാരനായ താരം സൗദി ക്ലബ്ബായ അൽ ഹലാൽ വിട്ട് തന്റെ പഴയ തട്ടകമായ സാന്റോസിലേക്ക് തിരിച്ചെത്തി മികച്ച ഫോമിൽ കളിക്കുന്നതിനിടെയാണ് ഈ വിവാദം ഉണ്ടായിരിക്കുന്നത്. പരിക്കുകൾ കരിയറിനെ വേട്ടയാടുന്നതിനിടയിലും ഫുട്ബോളിലേക്ക് ആവേശകരമായി തിരിച്ചു വന്ന താരത്തിന്റെ പ്രതിച്ഛായയ്ക്ക് ഈ സംഭവം വലിയ മങ്ങലേൽപ്പിച്ചുണ്ട്. ഈ വിവാദം വെറുമൊരു വാക്കിൽ ഒതുങ്ങില്ലെന്നും കായിക ലോകത്തെ ലിംഗസമത്വത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾക്ക് ഇത് കാരണമാകുമെന്നും ഉറപ്പാണ്. കളിക്കളത്തിലെ ദേശീയ പ്രകടനങ്ങൾ നെയ്മർക്ക് പുതിയതല്ലെങ്കിലും ലിംഗവിവേചനപരമായ ഈ പരാമർശം താരത്തിന് വലിയ വില നൽകേണ്ടി വരുമെന്നാണ് കായിക ലോകത്തിന്റെ പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. റഫറിക്ക് ഷീക്കോ ആണെന്ന പരിഹാസം ബ്രസീലിയൻ സ്പോർട്സ് ഫെഡറേഷന്റെയും മറ്റ് കായിക സംഘടനകളുടെയും അച്ചടക്ക സമിതി ഗൗരവത്തോടെയാണ് കാണുന്നത്. റഫറിയുടെ തീരുമാനത്തെ വിമർശിക്കാനുള്ള അവകാശം താരത്തിനുണ്ടെങ്കിലും അതൊരു ലിംഗവിവേചനപരമായ അധിക്ഷേപമായി മാറിയത് മാപ്പർഹിക്കാത്ത കുറ്റമാണെന്ന് അധികൃതർ നിരീക്ഷിക്കുന്നു. ഫുട്ബോൾ മൈതാനങ്ങളിൽ ആധുനിക മൂല്യങ്ങൾക്കും ലിംഗസമത്വത്തിനും വലിയ പ്രാധാന്യം നൽകുന്ന ഈ കാലഘട്ടത്തിൽ ഒരു സൂപ്പർ താരത്തിൽ നിന്ന് ഇത്തരമൊരു പരാമർശം ഉണ്ടായത് യുവതാരങ്ങൾക്കും ആരാധകർക്കും തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. താരത്തിന്റെ ഔദ്യോഗിക പ്രതികരണത്തിനായും ഫെഡറേഷന്റെ തീരുമാനത്തിനായും ഇപ്പോൾ ലോകം കാത്തിരിക്കുകയാണ്.